അപ്പോഴേ നമ്മുടെ ഇഡ്ഡലി ദോശേൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന ചട്നിപ്പൊടിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ആദ്യം തന്നെ നമ്മൾ പരിപ്പ് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ മസൂർ ദാൽ, അതുപോലെ തന്നെ നമ്മുടെ ബസ്മതി റൈസ്, പിന്നെ ഉഴുന്ന്, ഇത്രയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ അതിനെ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ കാശ്മീരി ചില്ലിയും, അതുപോലെ തന്നെ കുരുമുളകും, അതുപോലെ തന്നെ കറിവേപ്പിലയും, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിനുള്ള പുളിയും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ലാസ്റ്റായിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതെല്ലാം ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും, അതുപോലെ തന്നെ ഞാനിവിടെ അഡീഷണലായിട്ട് ചേർക്കുന്നത് ഗാർലിക് പൗഡറാണ് കേട്ടോ. അതങ്ങനെ ആരും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല, ചേർക്കുന്നവരുണ്ടോ എന്ന് ഇനി എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഉപ്പും, പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, എന്നാൽ കുറച്ചൊരു തരിതരിപ്പുള്ള രീതിയിൽ പൊടിച്ചെടുത്ത് ചൂടാറുമ്പോൾ ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. എന്നിട്ട് ദോശയെല്ലാം ചുടുമ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഗീ ഒഴിച്ചിട്ട് നല്ല മുരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ആക്കി നോക്കണേ.